ലോകത്തിൽ നമ്മളെ നശിപ്പിക്കുന്നത്. മൊബൈൽ ഫോണ്, മദ്യത്തിന്റെ ഉപയോഗം, മയക്കുമരുന്നിന്റെ ഉപയോഗം. പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷെ യേശു അവനെ രക്ഷിക്കാൻ മാക്സിമം നോക്കിയാണ്. സാത്താൻ വിട്ടുകൊടുക്കുന്നില്ല അവന്. അനാവശ്യമായ ബന്ധങ്ങളിൽ, തെറ്റായുള്ള സൗഹൃദങ്ങളിൽ, പലപ്പോഴും റോസാപ്പൂവിൽ വീഴുന്ന സൗഹൃദങ്ങളാണോ നിങ്ങളുടെ ജീവിതങ്ങൾ? ഒരു തുണ്ട് റോസാപ്പൂവിൽ അവസാനിപ്പിക്കേണ്ടതാണോ? കൂടെ പോകരുതേ. പല ചതിക്കുഴിയിലും നിങ്ങൾ വീഴാൻ ചാൻസ് ഉണ്ട്. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കുന്നു. കൂട്ടുകാരോടൊപ്പം ചേർന്ന് മദ്യത്തിൽ നിന്നെ പ്രേരിപ്പിക്കുന്ന സാത്താൻ. യേശു പലപ്പോഴും പറയുന്നുണ്ട്, നീ അതിന് പോകരുതേ പോകരുതേ എന്ന്. പലപ്പോഴും നിന്റെ കാതിൽ മുഴുകിയതല്ലേ മദ്യം കുടിച്ചിറക്കുന്നത് പോലും നീ നോക്ക പോലും ചെയ്യരുതെന്ന്. ദൈവം വേണ്ട, വചനം വേണ്ട എന്ന് നീ ഓടിയതല്ലേ. അവസാനത്തെ തുള്ളി മദ്യം പോലും നീ കുടിച്ചിറക്കുമ്പോ മനസ്സിലാക്കാതെ പോകുന്ന സത്യമുണ്ട്. ഒരു മടങ്ങിവരവ് യേശുവിന്റെ മുമ്പിൽ സാത്താൻ വീണ്ടും നിന്നെ പ്രലോഭിപ്പിക്കും. സാത്താൻ രാഹുലെ നിന്നെ പ്രലോഭിപ്പിക്കും. സാനിയെ നിന്നെ പ്രലോഭിപ്പിക്കും. സാനിയെ സാനിയെ എന്ന് വിളിക്കും. ജിനിയെ ജിനിയെ എന്ന് വിളിക്കും. രാഹുലിനെ വലിച്ചോണ്ട് പോകാം. രാഹുലെ വീഴരുതേ. യേശുവിനെ മുറുകെ പിടിച്ചോ. സാത്താന്റെ പേരിൽ സാത്താന് വേണ്ടി യേശുവിനെ ഉപദ്രവിച്ചില്ലേ? നിനക്കായി യേശു യാഗമായി. ഇനിയെങ്കിലും മനസ്സിലാക്കിയ മക്കളെ, സാനിയ, സാത്താൻ എവിടെ? ഓടിക്കോ സാത്താനെ. പോയില്ല. സാത്താനെ പോ. ഇവരെ കൊണ്ടേ പോകത്തുള്ളൂ. സാത്താനെ പോകില്ല. ഇവരുമായിട്ടേ ഞാൻ പോകും. യേശുവിന്റെ മക്കളാ. യേശുവിന്റെ മക്കളാ. ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. യേശുവിന്റെ മക്കളാ. എന്റെ മക്കളാ. യേശുവിന്റെ മക്കളാ. ഇവരെന്റെ മക്കളാ. യേശുവിന്റെ മക്കളാ. ഇവരെന്റെ മക്കളാ. യേശുവിന്റെ മക്കളാ.